ഹിനുവും കുറേയധികം ഫ്ലവേഴ്സുമായിട്ട് ഹെയ്നെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അന്നാകട്ടെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയും ആയിരുന്നു. 2 വർഷം മുമ്പ് ഇതുപോലെ തന്നെ അവനും ഫ്ലവേഴ്സ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ഹെയ്ൻ അവന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നത്തെ വർഷം ഒരു സർപ്രൈസ് നൽകാതെ ഇരുന്നപ്പോഴത്തേക്കും അവള് വീണ്ടും ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ഒരു തവണ വീണ്ടും സർപ്രൈസുമായിട്ട് എത്തിയിരിക്കുകയാണ് അവനും. ആദ്യം അവൻ ഫ്ലവേഴ്സ് ഒക്കെ നൽകിയിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും എന്തോ ഒരു തകരാറൊക്കെ ഉണ്ടല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവൻ നൽകിയതായത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം തന്നെ സൂക്ഷിച്ചു വെക്കുവാനായിട്ട് അവളും തീരുമാനിക്കുന്നു. ഗ്രേസ്കോയും ഹേന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് അവർ രണ്ടുപേരും പിരിഞ്ഞു എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ കൂടുതലായിട്ട് അടുത്തു എന്നൊരു മറുപടിയൊക്കെ ആയിരുന്നു ആ സ്ത്രീയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണഗതിയിൽ ഒരു മേശയുടെ രണ്ടറ്റത്തായിട്ടൊക്കെയാണല്ലോ അവരിരുന്ന് ഫുഡൊക്കെ കഴിക്കാറുള്ളത്. പക്ഷെ ഈ ഒരു തവണയാകട്ടെ അവനും അവളുടെ അടുത്തായിട്ട് ചെന്ന് ഇരിക്കുകയും ഫിഷിന്റെ തൊലി പോലും പൊളിച്ച് അവൾക്ക് വേണ്ടി നൽകുകയും ചെയ്യുകയാണ്. ഇനി മറ്റൊരു ദിവസമാകട്ടെ കമ്പനിയുടെ മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴത്തേക്കും അവനും അവന്റെ ഒരു പ്രസന്റേഷൻ ഒക്കെ കാണിക്കുകയായിരുന്നു. വെള്ളം കുടിച്ച് ചുമയ്ക്കുന്ന അവളുടെ അടുത്തേക്ക് ആദ്യം ഓടിയെത്തിയിട്ടുണ്ടായിരുന്നതും അവൻ തന്നെയാണ്. അവനും എല്ലാവരോടുമായിട്ട് ആംബുലൻസ് ഒക്കെ വിളിക്കുവാനായിട്ടാണ് ആദ്യം പറയുന്നത്. പിന്നീട് വെള്ളമൊക്കെ കുടിച്ചതുകൊണ്ട് മാത്രമാണ് താൻ ചുമച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും മാത്രമാണ് അവനും ആ ഒരു പ്രസന്റേഷൻ ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്നതും. വണ്ടി വരുവാനായിട്ട് ഓഫീസിന് വെളിയിലേക്കായിട്ട് ഹെയ്ൻ നിൽക്കുമ്പോഴത്തേക്കും അവനും അവന്റെ കോട്ടൊക്കെ ഊരിയിട്ട് അവൾക്ക് കൊടുക്കുകയാണ്. ഹെയ്ന്റെ കൈകളിൽ തൊട്ടു നോക്കുമ്പോഴത്തേക്കും ആ കൈകൾ തണുത്തായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവനും ആ ഒരു കൈകൾ അവന്റെ പോക്കറ്റിലേക്കൊക്കെ വെക്കുന്നു. ഇനിയും വണ്ടി വരുവാൻ ഒത്തിരി വൈകുമോ എന്നൊക്കെ സെക്രട്ടറിയുടെ അടുത്ത് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഉടനെ തന്നെ വണ്ടി വരുന്നതായിരിക്കുമെന്നൊക്കെ സെക്രട്ടറി പറഞ്ഞതിന് ശേഷം ഇതിനു മുമ്പ് ആംബുലൻസ് ഒക്കെ വിളിക്കുവാനായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആംബുലൻസ് വല്ലതും വിളിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് കൂടി സെക്രട്ടറി ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഹെയ്നെ കൂട്ടുവാനായിട്ട് കാറും എത്തുന്നു. കാറിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ അവനും അവളുടെ തലയൊന്നും കാറിൽ ഇടിക്കാതെ ഇരിക്കുവാനായിട്ട് അവന്റെ കൈയും വെക്കുന്നുണ്ട്. ആ ഒരു കാഴ്ചയൊക്കെ കാണുന്ന സെക്രട്ടറി ആകട്ടെ ഇതിലും ഭേദം അവർ വഴക്കു കൂടുന്നതായിരുന്നു എന്നൊക്കെ സ്വയം ഓർക്കുന്നു. ഹ്യുനു ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ അധികം ഡ്രാമാറ്റിക് ഒന്നും ആകേണ്ട കാര്യമില്ല എന്ന് കൂടി ഹെയ്ൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. ഹ്യുനുവിന്റെ ചേച്ചിയുടെ കടയിലേക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ എത്തിയിട്ടുണ്ട്. അവരും ഹെയ്ന്റെയും ഹ്യുനുവിന്റെ കാര്യമാണ് സംസാരിക്കുന്നത്. പല പല ആളുകളുടെ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ഡിവോഴ്സ് ആയെന്നും അതേപോലെ തന്നെ ആയിരിക്കും ഹ്യുനുവിന്റെ അവസ്ഥയെന്നും അവർ പറയുന്നുമുണ്ട്. ഡിവോഴ്സ് ആകുന്നത് അത്രയ്ക്ക് വലിയ തെറ്റൊന്നും അല്ല എന്നൊക്കെ ഹ്യുനുവിന്റെ ചേച്ചി പറയുമ്പോഴത്തേക്കും ഇതിനു മുമ്പാകട്ടെ ഒരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടീനെ സാധാരണ ഒരു ആൺകുട്ടി വിവാഹം കഴിച്ചതിനെ കുറിച്ചും അതിനുശേഷം അവർ ഡിവോഴ്സ് ആയതിനു ശേഷം ആ ഒരു ആൺകുട്ടിയുടെ ഫാമിലിക്ക് എത്രത്തോളം നാണം കെട്ടിട്ടുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചും സംസാരിക്കുകയാണ് അവരും. ഇതേ അവസ്ഥയൊക്കെ ആയിരിക്കും ഹ്യുനുവും ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അവനും അവന്റെ ഫാമിലിക്കും ഉണ്ടാക്കുക എന്ന് കൂടി അവർ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ചേച്ചിക്ക് ശരിക്കും ദേഷ്യം വരുന്നു. ഹ്യുനുവിന്റെ വീട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. അവൻ ഡിവോഴ്സ് ചെയ്തതിനെ കുറിച്ച് അവർ സംസാരിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും അതിനോട് എതിരഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നതും. പക്ഷെ അമ്മയ്ക്ക് മാത്രമായിരുന്നു ഹ്യുനുവിന്റെ തീരുമാനത്തോട് യോജിപ്പുണ്ടായിരുന്നത്. ഏതൊരാളും റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ഇതിലും ഭേദം മരണമാണെന്നൊക്കെ തോന്നുന്ന സിറ്റുവേഷനിലായിരിക്കും പലപ്പോഴും ഡിവോഴ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ ആ ഒരു ലെവൽ വരെ എത്താതിരിക്കുവാനായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് അമ്മയും പറയുന്നു. ഇനി ഹെയ്നും ഫാമിലിയും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. ഹെയ്ന്റെ അമ്മയുടെ സ്ഥലത്ത് ഒരു കെട്ടിടമൊക്കെ വെക്കുന്നതിനെ കുറിച്ച് നേരത്തെ അമ്മയും ഹെയ്നും കൂടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഹെയ്ന്റെ ഒപ്പം ആയിരുന്നു അമ്മ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഇപ്പോൾ അഡ്വക്കേറ്റ് പറയുന്നത് മറ്റൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് ഹെയ്ന്റെ എതിരായിട്ടൊക്കെ നിൽക്കുവാനായിട്ടാണ് അമ്മ തീരുമാനിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ കേസ് കൊടുക്കുവാൻ പോലും അമ്മ തയ്യാറാണെന്നും പറയുന്നു. പുതിയ കെട്ടിടത്തിന്റെ പണിയൊക്കെ പകുതിയോളം കഴിഞ്ഞതാണ്. ഒരുപാട് പണവും ചെലവായി. അങ്ങനെയിരിക്കെ ഇപ്പോൾ അത് പണിയുവാനായിട്ട് പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ കെട്ടിടമൊക്കെ പൊളിക്കണമെന്നാണോ അമ്മ പറയുന്നത്? എന്തായാലും ഇത് നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല എന്ന് ഹെയ്നും തർക്കിക്കുന്നു. ഹെയ്ന്റെ എതിർപ്പൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ അച്ഛനും ആ ഒരു കാര്യത്തിൽ നല്ലൊരു തീരുമാനം എടുക്കുവാനായിട്ടൊക്കെ ഹ്യുനുവിന്റെ അടുത്തും പറയുകയാണ്. ഹെയ്ന് നല്ലതുപോലെ അത് ഫീലായെന്ന് മനസ്സിലാക്കുന്ന ഹ്യുനുവ ആകട്ടെ ഈ ഒരു കാര്യം ഇപ്പോൾ പ്രസ്സുകാരൊക്കെ അറിയിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ എങ്ങനെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് ഒരിക്കൽ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞ ഹെയ്നെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഹ്യുനുവും പോക്കുകയാണ്. ഇതുവരെ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഹെയ്ന്റെ അമ്മയ്ക്കെതിരായിട്ട് ഹ്യുനു നിന്നിട്ടില്ല. പക്ഷേ ഈ ഒരു തവണ എന്നെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിച്ചു, അതും അമ്മയ്ക്കെതിരായിട്ട് നിന്ന് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് സംശയം തോന്നുന്നതും നിന്റെ അടുത്താണെന്നൊക്കെ ഹെയ്നും അവനോട് അറിയിക്കുന്നുണ്ട്. ഫ്രണ്ടിന്റെ അടുത്ത് തിരികെ എത്തുന്ന ഹ്യുനു ആകട്ടെ അവളെ സ്നേഹിക്കുവാനൊക്കെ നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അത് വർക്കേ ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. 3 വർഷം മുമ്പ് നിങ്ങൾ എത്രത്തോളം പ്രണയത്തിലായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിന്നെ കാണുവാനായിട്ട് അവളുടെ പേരൻസിന് സമ്മതമില്ലാഞ്ഞിട്ട് പോലും അവൾ ഹെലികോപ്റ്ററിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതും ഒത്തിരി ദൂരെ.
അതെല്ലാം നടന്നതുപോലെ തന്നെ ഈ ഒരു കാര്യവും നടക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഫ്രണ്ടും അവനെ സപ്പോർട്ട് ചെയ്യുന്നു. കുട്ടിക്കാലത്ത് നമ്മള് നീന്തലൊക്കെ പഠിച്ചതിന് ശേഷം തുടർച്ചയായിട്ട് നീന്തിയില്ലെങ്കിൽ പോലും പെട്ടെന്നൊരു ആവശ്യമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നീന്തുവാനായിട്ട് സാധിക്കും. നമ്മുടെ മനസ്സും പറയും നമ്മളെക്കൊണ്ട് നീന്തുവാൻ സാധിക്കുകയില്ല എന്ന്. പക്ഷെ ശരീരം അത് നീന്തിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് പ്രണയത്തിന്റെ കാര്യമോ എന്ന് ഫ്രണ്ട് പറയുമ്പോഴത്തേക്കും ഞാനും ഹേനും സ്നേഹിച്ചൊക്കെ ആയിരുന്നു വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ പോലും പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ പ്രണയമൊക്കെ ഇല്ലാതായി. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് തനിക്ക് അറിയുകയില്ല എന്ന് കൂടി അവൻ പറയുമ്പോഴത്തേക്കും പ്രണയിച്ചതിന് ശേഷം വിവാഹമൊക്കെ കഴിയുമ്പോഴത്തേക്കും പല പല പ്രശ്നങ്ങളും അതിനിടയിലുണ്ടാകും. അപ്പോളാണ് ഈ ഒരു പ്രണയമൊക്കെ ഇല്ലാതാകുന്നത്. നിനക്ക് കുറെ കാലം പ്രണയിച്ചിരിക്കുവാനായിട്ട് ആയിരുന്നു ആഗ്രഹമെങ്കിൽ നീ വിവാഹം കഴിക്കാതെ ഇരിക്കണമായിരുന്നു. അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്നാണ് ഫ്രണ്ട് അറിയിക്കുന്നത്. അടുത്തതായിട്ട് ആന്റി ആയിട്ടുള്ള ബ്യോംചനെ കാണിക്കുന്നു. ബ്യോംചയും ഒരു പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ബ്യോംചയുടെ എക്സ് ഹസ്ബൻഡിന്റെ വിവാഹമൊക്കെയാണ് നടക്കുന്നത്. അവരുടെ തന്നെ ഒരു സെക്രട്ടറിനെയാണ് ഇപ്പോൾ വിവാഹവും കഴിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ വിവാഹമോചനമൊക്കെ കഴിഞ്ഞ സമയത്ത് രാജ്യം തന്നെ വിട്ടു പോകുവാനായിട്ടായിരുന്നു ബ്യോംച അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഇപ്പോൾ കൊറിയയിൽ വെച്ച് അയാൾ വിവാഹം നടത്തിയിരിക്കുകയാണ്. മാത്രമല്ല പണ്ട് അയാൾ വിളിച്ച അതേ റിലേറ്റീവ്സിനെയാണ് വീണ്ടും വിളിച്ചിട്ടുമുള്ളത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും വ്യോമയ്ക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്നു. വ്യോമചയും ആദ്യം അയാളെ കൈകൊണ്ട് തല്ലിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു മരമൊക്കെ വലിച്ചു പറിച്ചെടുത്തതിന് ശേഷം അത് വെച്ചും അയാളെ തല്ലുന്നു. ആ ഒരു പ്രശ്നമൊക്കെ സോൾവ് ചെയ്യുവാനായിട്ട് ഹിനു എത്തിയിരിക്കുകയാണ്. അവളെ ജയിലിൽ നിന്നും പുറത്തു വിട്ടിട്ട് അധികം നാളായില്ലല്ലോ. അങ്ങനെയിരിക്കെ മറ്റൊരു പ്രശ്നത്തിലും പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹിനുവ അറിയിക്കുന്നുണ്ട്. മൊത്തത്തിൽ ഒന്ന് സെറ്റിൽമെന്റ് ഒക്കെ നടത്തുവാനായിട്ടാണ് ഹ്യുൻവോ തയ്യാറായിട്ടുള്ളത്. തനിക്കിനി പോകുവാനായിട്ട് മറ്റൊരു സ്ഥലവും അവശേഷിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വ്യോംച വിഷമിക്കുമ്പോഴത്തേക്കും വ്യോംചനെ കാത്ത് അച്ഛനുണ്ടെന്ന് പറഞ്ഞ് മുത്തശ്ശന്റെ അടുത്തേക്കൊക്കെ ഹ്യുൻവുവും വ്യോംചനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ്. അവൾ ഫുഡ് കഴിക്കാതെ ഇരുന്നത് കൊണ്ട് തന്നെ അച്ഛനും അവളെ ഫുഡ് കഴിക്കുവാനായിട്ടൊക്കെ വിളിച്ചിരിക്കുകയാണ്. അവൾക്ക് ഇപ്പോഴും അച്ഛൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. ഞാൻ ജയിലിൽ കിടക്കുവാനുള്ള കാരണം പോലും നിങ്ങളല്ല എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ഒരു തെറ്റും ചെയ്യാത്തൊരു സ്ത്രീ ആയിരുന്നു നീ തല്ലിയിട്ടുണ്ടായിരുന്നത്. അതിനുള്ള ശിക്ഷ മാത്രമാണ് നീ അനുഭവിച്ചതെന്നും അച്ഛൻ പറയുന്നു. എന്റെ അമ്മേനെ കൊന്നിട്ട് ആ ഒരു സ്ഥാനം തട്ടിയെടുത്ത സ്ത്രീയാണത്. മാത്രമല്ല അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. ഞാൻ അവളുടെ മുടിയിൽ പിടിച്ചൊന്ന് വലിച്ചതിനാണോ അച്ഛൻ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെന്നൊക്കെ ബ്യോംച് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഇതുവരെയായിട്ടും സ്യോലിനെ വിവാഹം കഴിച്ചിട്ടില്ല. നമ്മുടെ ഫാമിലി രജിസ്ട്രിയിൽ അവളുടെ ഒരു പേര് ചേർത്തിട്ടുമില്ല. നമ്മളുടേതായിട്ടുള്ള ഒരു പണവും സൗകര്യവും അവൾക്ക് ആവശ്യമായിട്ടില്ല. അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഒപ്പം അവൾ ഉള്ളത്. നീ ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കണമെന്നൊക്കെ ആയിരുന്നു ആ ഒരു സ്ത്രീനെ കുറിച്ച് മുത്തശ്ശന് പറയുവാനായിട്ടും ഉണ്ടായിരുന്നത്. അവൾ എന്തെങ്കിലും വേണമെന്ന് പറയുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഒന്നും പറയാതെ വളരെ രഹസ്യമായിട്ടൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാനും അവളെ ഒരിക്കലും വിശ്വസിക്കാത്തതെന്ന് വ്യോംചയും അറിയിക്കുന്നു. അച്ഛന് ഒരുപാട് പണം ഉണ്ടെങ്കിൽ പോലും അച്ഛൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ എന്ന് പറഞ്ഞ് വ്യോംച അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. മുത്തശ്ശനും സ്യോൽഹിയും കൂടി ചേർന്നിട്ട് ഒരു ഗെയിമൊക്കെ കളിക്കുകയാണ്. ആ ഒരു ഗെയിമിലാകട്ടെ മുത്തശ്ശൻ ജയിക്കുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും മുത്തശ്ശൻ ഒരു ട്രാപ്പിലൊക്കെ പെടുത്തിയതിനു ശേഷം സ്യോൽഹി ആയിരുന്നു ഒരു ഗെയിമൊക്കെ ജയിച്ചിട്ടുള്ളത്. ഓവർ കോൺഫിഡന്റ് ആയിരുന്ന മുത്തശ്ശനാകട്ടെ പെട്ടെന്ന് തോറ്റപ്പോഴത്തേക്കും അത് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗെയിമൊക്കെ ചെസ് കളിക്കുന്നതിനോട് സാമ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ സ്യോൽഹിയും ഞാനിപ്പോൾ രാജാവിന്റെ കൊട്ടാരം കീഴടക്കിയിരിക്കുന്നു. ഇനി രാജാവിന് പോകുവാനായിട്ട് മറ്റൊരിടവും ബാക്കിയില്ല എന്നൊക്കെ മുത്തശ്ശന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. ഇപ്പോൾ സ്യോൽഹി ഈ ഒരു ഗെയിം ജയിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് മുത്തശ്ശന്റെ അടുത്ത് നിന്നും ഒരു കാര്യമൊക്കെ നേടിയെടുക്കുവാനായിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് ഇപ്പോൾ അവൾ പറയുകയില്ല. സന്ദർഭം വരുമ്പോഴത്തേക്കും മുത്തശ്ശനെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കുമെന്ന് അവൾ പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും മുത്തശ്ശനും അതിനോട് യോജിക്കുകയാണ്. അച്ഛനും അമ്മയും കൂടി ചേർന്ന് ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും ഹെയിൻ ജനിക്കുന്നതിന് മുമ്പ് നീ ഒരു പെൺകുട്ടിയാണ് തനിക്ക് ജനിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് എത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എന്നറിയാമോ? അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഹെയിന്റെ അടുത്തുള്ള ദേഷ്യമൊക്കെ മാറ്റിവെച്ചിട്ട് അവളെ സ്നേഹിക്കണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയും നീ പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും അന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത് മുത്തശ്ശൻ പറഞ്ഞിട്ട് മാത്രമായിരുന്നു. സുവാൻ മരിച്ചതിനെ കുറിച്ച് എനിക്ക് മറക്കുവാനേ സാധിക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും അതൊരു ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എനിക്കത് അംഗീകരിച്ചു തരുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ കുഞ്ഞിനെയാണ്. ഞാൻ എങ്ങനെയാണ് അവൾ ചെയ്ത ഈ ഒരു തെറ്റൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക എന്നാണ് അമ്മയും ചോദിക്കുന്നത്. അങ്ങനെ അമ്മ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ അച്ഛനും വിഷമിച്ചു നിൽക്കുന്നു. ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ ഹെയ്നും കണ്ടിട്ടുണ്ടായിരുന്നു. ഹിൻവുവും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ഹെയ്ൻ രക്ഷപ്പെടുവാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. എങ്കിൽ പോലും ഒരു മിറാക്കിളൊക്കെ സംഭവിച്ചുകൂടാ എന്നില്ല എന്ന് ഡോക്ടറും അറിയിക്കുന്നു.
അതെന്താ ഡോക്ടർ അങ്ങനെ പറഞ്ഞത്? ഒരു ഉറപ്പൊക്കെ പറയണ്ടേ? ഈ മിറാക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലത്തെ മിറാക്കിളൊക്കെ സംഭവിക്കാറുണ്ടോ എന്നായിരുന്നു അവൻ ചോദിക്കുന്നത്. 30 വർഷത്തെ എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഇതിലും വലിയ അസുഖമൊക്കെ വന്നിട്ട് വളരെയധികം മിറാക്കിളൊക്കെ സംഭവിച്ച് പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നീ ഈ പ്രതീക്ഷ കൈവിടാതെ ഇരിക്കണമെന്ന് ഡോക്ടർ അറിയിക്കുന്നു. അവന്റെ മനസ്സിലുള്ളത് അവൾ മരിക്കണമെന്നായിരുന്നെങ്കിൽ പോലും ഡോക്ടർ വിചാരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ ഹ്യുൻവുവും ഈ ഒരു കാര്യവും പറഞ്ഞിട്ട് ഏതെങ്കിലും മിറാക്കിൾസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. അവൻ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അതിലാകട്ടെ ഒരു രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോഴത്തേക്കും ട്യൂമർ ഇല്ലാതായെന്നും 3 മാസം മാത്രമേ ജീവിച്ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാകട്ടെ 30 വർഷത്തോളം ജീവിച്ചിരുന്നിട്ടുണ്ടെന്നുമുള്ള പല വാർത്തകളും അവനും കാണുകയാണ്. ഒരുപാട് വൈകിട്ടായിരുന്നു ഹെയ്നും വീട്ടിലേക്ക് എത്തിയത്. പക്ഷേ ഹ്യുൻവുന്റെ റൂമിലാകട്ടെ വെട്ടമൊക്കെ ഉള്ളത് ശ്രദ്ധിക്കുന്ന അവളും ഹ്യുൻവുന്റെ അടുത്തേക്കൊക്കെ ചെല്ലുന്നു. അവനപ്പോൾ അവിടെ കിടന്നുറങ്ങുകയായിരുന്നു. 3 മാസം ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ആള് 30 വർഷം ജീവിച്ചു എന്നും അതുപോലെ തന്നെ ഇതിനു മുമ്പ് നടന്ന മറ്റു പല മിറാക്കിൾസിനെ കുറിച്ചുമുള്ള ആർട്ടിക്കിൾസ് ഒക്കെ അവൻ വായിക്കുകയായിരുന്നു എന്ന കാര്യം അവളും മനസ്സിലാക്കുകയാണ്. ഞാൻ മരിച്ചാൽ നീ ഒരുപാട് സന്തോഷിക്കുമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കും നീ എന്റെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറിയതെന്ന് ഞാൻ കരുതി. നിന്നെ ഞാൻ സംശയിച്ചു പോയി. എനിക്കിങ്ങനെ ഒരു അസുഖമുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഉള്ളിൽ പല ചിന്തകളും വന്നുകൂടിയിട്ടുണ്ടായിരുന്നു. എന്റെ ഫാമിലിയിലുള്ള ആൾക്കാരെ പോലും ഞാൻ മരിക്കണമെന്നായിരുന്നല്ലോ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. നീ ഒരാൾക്ക് വേണ്ടി ഞാൻ ഉറപ്പായിട്ടും ജീവിച്ചിരിക്കുന്നതായിരിക്കും. നീ ഇനി ഹാപ്പി ആയിട്ട് മാത്രം ഇരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഹെയ്നും ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.